വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഞാൻ മൈമാസിമോൻ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടോസ്റ്റുകളാണ്. ഒന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ചില്ലി ചീസ് ടോസ്റ്റും പിന്നെ സ്പൈസി പൊട്ടാറ്റോ ടോസ്റ്റും കൂടെയാണ്. കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചില്ലി ചീസ് ടോസ്റ്റ് ഉണ്ടാക്കാം. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ് ചില്ലി ചീസ് ടോസ്റ്റ്. പേര് പോലെ തന്നെ അതിനകത്ത് ചില്ലീസ് നമ്മൾ ഉപയോഗിക്കും, ചീസ് ഉപയോഗിക്കും. ഞാൻ 2 ഗ്രീൻ ചില്ലിയാണ് എടുത്തേക്കുന്നത്, ആദ്യം എരിവില്ലാത്ത എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സീഡ് റിമൂവ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്യാം. ഗ്രീൻ ചില്ലീസ് ചോപ്പ് ചെയ്തു, അത് എരിവില്ലാത്തതാണ്. ഈ ബോളിലേക്ക് ഇടാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് എടുക്കും. ഇനി നമുക്ക് വേണ്ടത് ചീസാണ്. ഞാൻ 100 ഗ്രാം ചീസ് എടുത്തേക്കുന്നത്. ഞാൻ ചെഡാർ ചീസാണ് യൂസ് ചെയ്തത്. ചെഡാറും പ്രോസസ്ഡും കൂടാണ് ഉപയോഗിച്ചേക്കുന്നത്. നമ്മുടെ കയ്യിൽ ഏത് ചീസാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു ബൗളിലേക്ക് ഇതെല്ലാം കൂടി ഇടാം. 100 ഗ്രാം ചീസ്, മല്ലിയില, ഗ്രീൻ ചില്ലീസ്. ഈ ഗ്രീൻ ചില്ലിക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് ഉപയോഗിക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിനകത്ത് അണിയൻസ് ഒക്കെ ഇട്ടും ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഒന്നും ഇല്ലാതാണ് ഇച്ചിരി ടേസ്റ്റി. ചില്ലീസും ആ ചീസിൻ്റെ ഫ്ലേവർ എടുത്ത് നിൽക്കുന്നതാണ് മോർ ടേസ്റ്റി. ഇനി നമുക്ക് ബ്രെഡ് റെഡിയാക്കി എടുക്കാം. ബ്രെഡിലേക്ക് ബട്ടർ അപ്ലൈ ചെയ്യാം. ഈ 2 സ്ലൈസ് എടുത്ത് ബട്ടർ തേക്കാത്തടുത്ത് നമുക്ക് ചീസിൻ്റെ ഫില്ലിംഗ് കൊടുക്കാം. ഞാൻ ഇവിടെ ഉപയോഗിച്ചേക്കുന്ന സാൻഡ്വിച്ച് ബ്രെഡാണ്. ഈ ചൂടാക്കി ഇട്ടിരിക്കുന്ന ഈ ഗ്രില്ല് വെച്ചിട്ട് ഇത് ടോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല 2 സൈഡും ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ ടോസ്റ്റ് ചെയ്തെടുക്കാം. ചില്ലി ചീസ് ടോസ്റ്റ് നമ്മുടെ റെഡിയാണ്. ഇത് നിങ്ങൾക്ക് ഡയഗണലായിട്ട് വേണേൽ സ്ലൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ വേണേൽ കട്ട് ചെയ്തെടുക്കാം. ഇത് ടൊമാറ്റോ സോസിൻ്റെ കൂടെയാണ് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. പണ്ട് ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കുന്ന സമയത്ത്
ഈ ചില്ലി ചീസ് ടോസ്റ്റ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പോകുമായിരുന്നു. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു അവിടുത്തെ. ആ ഒരു ഓർമ്മയിൽ ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്ത റെസിപ്പി ആയത്. അവിടെ സിമ്പിളായിരുന്നു, ഒന്നുമില്ല, ചില്ലിയും ചീസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മല്ലിയില പോലും ഉണ്ടായിരുന്നില്ല. ആ ഒരു രീതിയിൽ എടുത്ത റെസിപ്പി ആയത്. നല്ല ടേസ്റ്റിയാണ്, ചൂടോടെ സെർവ് ചെയ്യണം. അപ്പോൾ അവിടെ സെർവ് ചെയ്തുകൊണ്ടിരുന്നത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ ആയിരുന്നു. നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ചില്ലി ചീസ് ടോസ്റ്റ് റെഡിയാണ്, നല്ല ടേസ്റ്റിയാണ്. ഇത് ടൊമാറ്റോ സോസിൻ്റെ കൂടെ സെർവ് ചെയ്യാം. ഇത് മാറ്റി വെക്കാം. അടുത്തായിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള പൊട്ടറ്റോ സാൻഡ്വിച്ചാണ് നമ്മൾ ചെയ്തത്, ടോസ്റ്റാണ് ചെയ്തത്. അതിന് വേണ്ടിയിട്ട് ഒരു ബോൾ എടുക്കാം. അതിലേക്ക് 3 പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. ഇത് ഞാൻ പുഴുങ്ങി തൊലി കളഞ്ഞ് വെച്ചേക്കുന്നതാണ്. മൂന്ന് പൊട്ടറ്റോയും ഗ്രേറ്റ് ചെയ്ത് ചേർത്തു. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇത് കുക്കിംഗ് ഒന്നുമില്ല, നമ്മൾ കുക്ക് ചെയ്ത പൊട്ടറ്റോ ചേർക്കുന്നു, ബാക്കിയെല്ലാം ടോസ്റ്റിലാണ് ചെയ്യുന്നത്. ഇവിടെ അണിയൻ, ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്തത്, 1 ടേബിൾ സ്പൂണോളം റെഡ് ക്യാപ്സിക്കം ഫൈൻ ചോപ്പ് ചെയ്തത്, ഒരു 1.5 ടേബിൾ സ്പൂൺ ഗ്രീൻ ക്യാപ്സിക്കം, പച്ചമുളക് 1. ഇനി പുളിക്ക് വേണ്ടിയിട്ടാണ് ആംചൂർ പൗഡർ, ഡ്രൈ മാംഗോ പൗഡർ ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. ആംചൂർ പൊടി ഇല്ലാത്തവർക്ക് നാരങ്ങ നീര് ചേർക്കാം. 1/2 ടീസ്പൂൺ ചാട്ട് മസാല, 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ഗരം മസാലയും 1/4 ടീസ്പൂൺ. ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/2 ടീസ്പൂൺ. ഇതിലേക്ക് എരിവിന് ആവശ്യാനുസരണം നമുക്ക് പെപ്പർ ചേർക്കാം. ഞാനൊരു 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഉപ്പ് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തു. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് ടേസ്റ്റ് ചെയ്ത ശേഷം പിന്നീട് വേണമെങ്കിൽ ചേർത്താൽ മതി. മല്ലിയിലയും കൂടെ ചേർത്ത് ഞാൻ മിക്സ് ചെയ്തു. ഇപ്പം സോൾട്ടും എല്ലാം എൻ്റെ പരുവത്തിൽ ഉണ്ട്. ഇനി നമുക്ക് ബ്രെഡ് റെഡിയാക്കി വെക്കാം. ബട്ടർ അപ്ലൈ ചെയ്യാം. ഈ സൈഡിൽ ബട്ടർ തേക്കാത്ത സൈഡിൽ ഈ പൊട്ടറ്റോയുടെ മിക്സർ തേക്കാം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. ഇതേപോലെ നല്ലതായിട്ട് തിക്കായിട്ട് ഈ ഫില്ലിങ് കൊടുക്കുക. ഇതിൻ്റെ മേലെയും കൂടെ കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്യാം. ഇപ്പം നമുക്ക് സാധാരണ ദോശക്കല്ല് പോലത്തെ പാനിൽ വേണമെങ്കിൽ ഇതേപോലെ ടോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് ബട്ടർ തേച്ച ശേഷം ഇത് വെക്കുക. ഒരു സൈഡ് ആയി കഴിയുമ്പോൾ ടേൺ ചെയ്ത് ഈ പൊട്ടറ്റോ ഫില്ല് ചെയ്തേക്കുന്ന സൈഡും ഗ്രില്ല് ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ എടുക്കും.
ഇവിടെ ഇത് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ടാവും. ഇത് എടുക്കാം. രണ്ട് സൈഡും ഉണ്ടോ, മറ്റേ സൈഡും നല്ല ഗോൾഡൻ കളറായി. ഇനി ഇത് ഒന്ന് ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് ഒന്നുകൂടെ ഹാഫ് ആക്കിയാൽ ഇച്ചിരി ചെറിയ ക്യൂട്ടായിട്ട് കിട്ടും. ചെറിയ പീസസ് ആയിട്ട് എടുക്കാം. നല്ല മണമാണ്. നമുക്കൊരു പ്ലേറ്റിലേക്ക് വെക്കാം. അപ്പോൾ ഈ രണ്ട് ടോസ്റ്റും നിങ്ങൾ കണ്ടല്ലോ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് ടോസ്റ്റുകളാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ 4 മണി പലഹാരമായിട്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഇച്ചിരി സ്പൈസിയാണ്, സ്പൈസി പൊട്ടറ്റോ ടോസ്റ്റ്. മറ്റേ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോസ്റ്റാണ്. രണ്ടിൻ്റെ കൂടെയും ടൊമാറ്റോ സോസ് സെർവ് ചെയ്യാവുന്നതാണ്, ടൊമാറ്റോ കെച്ചപ്പ് സെർവ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൂടെ മിൻ ചട്നി ഉണ്ടെങ്കിൽ നല്ല എക്സലൻറ്റ് കോമ്പിനേഷനാണ്. ഈ രണ്ട് റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.